മലയാള സാഹിത്യത്തിലെ വടവൃക്ഷം മാഞ്ഞു. കാലാതീതനായി ടി വാസുദേവൻ നായർ അന്തരിച്ചു. അദ്ദേഹത്തിന് അർഹതപ്പെട്ട അംഗീകാരം നൽകി തന്നെ, അർഹതപ്പെട്ട ആദരവ് നൽകി തന്നെ അദ്ദേഹത്തിന് കേരളം യാത്രാമൊഴി ചൊല്ലി. ടി വാസുദേവൻ നായർ അന്തരിക്കുമ്പോൾ ടി വാസുദേവൻ നായരെ പറ്റിയുള്ള ലേഖനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഇന്നത്തെ വർത്തമാന പത്രങ്ങൾ. അദ്ദേഹത്തെ പറ്റിയുള്ള ലേഖനങ്ങൾ പല വിധത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു വർത്തമാന പത്രങ്ങൾ. എം ഡി ആയതെങ്ങനെ എന്ന ചോദ്യം ഇനിയും ബാക്കിയാവും. ഡിയുടെ ആദ്യ ഭാര്യ പ്രമീളയാണ് എം ഡി ആക്കി മാറ്റിയത്. ചെറുകഥകളിൽ നിന്ന് നോവലുകളിലേക്കുള്ള ഡിയുടെ പ്രയാണത്തിന് എല്ലാവിധ സപ്പോർട്ടും നൽകിയത് പ്രമീളയായിരുന്നു. പ്രമീള ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ വ്യക്തിയാണ്. ഇംഗ്ലീഷ് സാഹിത്യവുമായി അവർ നല്ല അടുപ്പം പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡിയുടെ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താൻ അവർ ഒരുപാട് പ്രയത്നിച്ചു. ഡിയുടെ മഞ്ഞടക്കമുള്ള നോവലുകൾ ഇംഗ്ലീഷിലേക്ക് എത്തിക്കാൻ, അസുരവിത്ത് അടക്കമുള്ള നോവലുകൾ ഇംഗ്ലീഷിലേക്ക് എത്തിക്കാൻ ഒരുപാട് പ്രയത്നിച്ചത് മറ്റാരുമല്ല, പ്രമീള തന്നെയാണ്. പ്രമീളയുമായി പിന്നീട് ഡി വേർപിരിഞ്ഞു. അതിന് കാരണം കലാമണ്ഡലം സരസ്വതിയും ഡിയും തമ്മിലുള്ള ബന്ധമാണ്. കലാമണ്ഡലം സരസ്വതിയും ഡിയും തമ്മിൽ അവിഹിത ബന്ധം തുടർന്നപ്പോൾ പ്രമീള ഡിയുമായുള്ള ജീവിതത്തോടും വിടകിട്ടി. വിവാഹ മോചന കേസ് കോടതിയിൽ നടന്നു എന്നാണ് എൻ്റെ അറിവ്. ഡിയുടെ ഭാരിച്ച സ്വത്ത്, അന്ന് ഡിക്ക് ഒരുപാട് ഈ സിനിമയിലൂടെയും സാഹിത്യത്തിലൂടെയൊക്കെ നല്ല വരവുണ്ടായിരുന്നു, നല്ല സമ്പത്തുണ്ടായിരുന്നു. ആ ഭാരിച്ച സ്വത്തിൽ ഒരു ചെറിയ വിഹിതം മാത്രം വാങ്ങിക്കൊണ്ടാണ് പ്രമീള വിട പറഞ്ഞു പോയത്. ഡി മരിച്ചപ്പോൾ ഡിയുടെ മൂത്ത മകൾ, അതായത് പ്രമീളയിൽ ഉണ്ടായ മകൾ, ഡിയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. അതൊക്കെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അത്രയേറെ ഡിയും മൂത്ത മകളും തമ്മിൽ അകന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു സൂചന. പ്രമീള പിന്നീട് ഒരു ആത്മകഥ തന്നെ എഴുതിയിരുന്നു, ഡിയും താനുമായുള്ള ബന്ധത്തെക്കുറിച്ചും ആ ബന്ധത്തിൻ്റെ ശൈഥില്യത്തെക്കുറിച്ചും ഒക്കെയുള്ള ആത്മകഥ. പൂർണ്ണ പബ്ലിക്കേഷൻസ് പുറത്തിറങ്ങിയ ആത്മകഥ വലിയ വിവാദമായി മാറി. ഒറ്റ എഡിഷൻ മാത്രമേ അതിറങ്ങിയുള്ളൂ. പിന്നീട് അതിറക്കാൻ ഡിയുടെ സമ്മർദ്ദം കാരണം പൂർണ്ണ പബ്ലിക്കേഷന് കഴിഞ്ഞില്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി അവരിറക്കുമായിരിക്കാം, ഇപ്പോൾ ഡിമാൻഡ് കൂടിയല്ലോ. ഡിയുടെ ആദ്യ ഭാര്യ പ്രമീളയാണ് ഡിയെ വിശ്വോത്തര സാഹിത്യകാരനാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ച് അഭിപ്രായം പറഞ്ഞ് അതിനെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തി ഒക്കെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. പ്രമീള വേർപെട്ടു പോയ ശേഷം ഡിക്ക് പലവിധ പുരസ്കാരങ്ങൾ ലഭിച്ചു. ജ്ഞാനപീഠ പുരസ്കാരവും പത്മഭൂഷൺ പുരസ്കാരവും ഒക്കെ ലഭിച്ചു. പ്രമീള ക്യാൻസർ രോഗം ബാധിച്ച് കിടന്നപ്പോൾ, മരണാസന്നയായി കിടന്നപ്പോൾ അവരുടെ ഒരു വലിയൊരാഗ്രഹം ഡി ഒന്ന് കാണുക എന്നുള്ളതായിരുന്നു. അതിനുപോലും ഡി തയ്യാറായില്ല. ചുരുക്കത്തിൽ പ്രമീളയുമായുള്ള ഒരു ബന്ധം ഡി തൻ്റെ വിജയത്തിന്, തൻ്റെ ഉയരങ്ങളിലേക്കുള്ള പ്രയാണത്തിന് വിനിയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഡിയെ പറ്റി ഇപ്പോൾ ഒരുപാട് പേർ എഴുതി, പക്ഷെ പ്രമീളയെ പറ്റി ആരും എഴുതിയില്ല. അത് ചില ജീവിതങ്ങളുടെ കൈക്കുറ്റപ്പാടാണ്. ഡിയെ പറ്റി ഒരുപാട് എഴുതുന്നവർ എന്തുകൊണ്ട് പ്രമീളയെ പറ്റി ഒരു വാക്ക് പോലും എഴുതിയില്ല എന്ന ചോദ്യം പൊളിറ്റിക്സ് കേരള മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ ചോദിക്കുന്നു.